നവകേരള സർവേയുടെ ലക്ഷ്യം തുടർഭരണം ഉറപ്പിക്കലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തുറന്നു പറച്ചിൽ. കഴിഞ്ഞ ഒക്ടോബറിൽ സർവേയുടെ ജില്ലാതല നിർവഹണ സമിതി അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ശില്പശാലയിലെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. സർക്കാരിന്റെയും സിപിഐഎമ്മിന്റെയും കള്ളങ്ങൾ മറനീക്കി എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. എന്തുകൊണ്ടാണ് തുടർഭരണം വേണം എന്ന് പറയുന്നത്? നമ്മുടെ നാടിന്റെ നേട്ടങ്ങൾ സംരക്ഷിക്കണം, കൂടുതൽ നല്ല നിലയിലേക്ക് നാടിനെ ഉയർത്തണം. അതിന് തുടർഭരണം ആവശ്യമാണ്, അല്ലെങ്കിൽ പുറകോട്ട് പോവുകയാണ് ചെയ്യുക. നവകേരള സർവേയുടെ യഥാർത്ഥ ലക്ഷ്യം തുടർഭരണമാണെന്ന് മുഖ്യമന്ത്രി ഉറപ്പിക്കുന്ന ശബ്ദരേഖയാണിത്. 2025 ഒക്ടോബർ 22 തിരുവനന്തപുരത്ത് നടന്ന നിർവഹണ ഉദ്യോഗസ്ഥരുടെ ശില്പശാലയിലെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. സർവേയുമായി എത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മുഖ്യമന്ത്രി വിവരിക്കുന്നുണ്ട്. നല്ല മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഇനിയും മുന്നേറേണ്ടതായിട്ടുണ്ട്. ആ മുന്നേറ്റത്തിന് ഒരു തുടർഭരണം എന്നത് ഒഴിച്ചുകൂടാത്തതാണ്. ഇതുകൂടി നമ്മുടെ പോകുന്ന ആളുകളുടെ മനസ്സിൽ ഉണ്ടാകും. ശബ്ദരേഖ പുറത്തു വന്നതോടെ വിമർശനവുമായി കോൺഗ്രസ്. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ തന്നെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നു. അതിൽ രാഷ്ട്രീയമുണ്ട്. തുടർ ഭരണമാണ് അതിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിന് വിരുദ്ധമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ തന്നെ വെളിപ്പെടുത്തൽ. നിയമോപദേശം തേടിയതിനു ശേഷം സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ പോകാനാണ് സർക്കാരിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.